അപ്പോ നമ്മൾ മറ്റുള്ള ഒരു സമയം കിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയാനല്ല ഉപയോഗിക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ അകത്ത് നമ്മൾ കാണാതെ നമ്മുടെ എല്ലാ ഇന്ദ്രിയ ഗോചരങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും ഒക്കെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഹൃദയാന്തരത്തിലിരിക്കുന്നതായ ആ ഭഗവാനെ കുറിച്ച്, ആ ആത്മാവിനെ കുറിച്ച്, ആ പരമാത്മാവിനെ കുറിച്ച് ആയിരിക്കണം പറയേണ്ടത്. അതാണ് സത്യം വരാന്ന് പറഞ്ഞത്. ധർമ്മം ചര, ധർമ്മത്തിൽ കൂടി ആയിരിക്കണം നമ്മൾ ചരിക്കേണ്ടത്. കലിയുഗത്തിൽ ധർമ്മം ഒരു പാദം ഉണ്ടാവുള്ളൂ, 3 പാദത്തിൽ നാശം വരും. അത് കൂടെ കാണുന്നുണ്ട്, പേപ്പറിൽ കേൾക്കുന്നുണ്ടാവും, ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ടാവും. ഒരു പുത്രൻ അമ്മയോട് കലിയുഗത്തിന്റെ 4ാം ശരി അങ്ങനെയാണ്. ഓക്കെ, കാല് കഴിക്കോ, വെള്ളം ഇട്ടോ, കാലിന്റെ ഉപ്പുറ്റിയിലെ വെള്ളം വെക്കണം, ഉപ്പുറ്റിയും കാണിച്ചു വെക്കണം. മോളെ മക്കളെ, ആ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് അമ്മമാരുടെ കാല് കഴിയിക്കുക. ആദ്യം ശുദ്ധമായ ജലം കൊണ്ട് കഴിയിച്ചിട്ട് പിന്നെ പനിനീരോട് കഴിച്ചാലും പിന്നെ വെള്ളം കൊണ്ട് കഴിയണം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി, കുറച്ച്, കുറെ ഒഴിക്കണ്ട, അവർക്കതേ പറ്റുള്ളൂ. പിന്നെ പനിനീര് വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ പനിനീരോട് കഴിയാം. പന്നീരോട് കഴിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വെള്ളം കൊണ്ട് വേണം. ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലം, ജലാതി ജലം എന്നാണ്. ജലം ആദ്യത്തിലും അന്ത്യത്തിലും ജലം വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവസാനം ശുദ്ധമായ ജലം കൊണ്ട് കഴിയാം. അത് കഴുകി കഴിഞ്ഞാൽ കഴിയാം. ഇനി കുട്ടികളെ അടുത്തിരിക്കുന്ന ടവലുകൊണ്ട് ആ കാലൊക്കെ തുടങ്ങി ആ കഴിയ വെള്ളത്തിലെ പാത്രം മാറ്റുക, വെള്ളം ഒരു സൈഡിലേക്ക് മാറ്റുക. കാല് കഴുകിയ ട്രെയിനുള്ള വെള്ളം ഒരു സൈഡിലേക്ക് മാറ്റിക്കോളൂ. കാല് ആ പ്ലേറ്റിൽ നിന്ന് മാറ്റും അമ്മമാരെ. അത് ആ വെള്ളം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. എന്താ കുട്ടിയെ, കൊച്ചു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ സങ്കടം പറഞ്ഞത്, അവരത്ര കവലൊക്കെ പിടിക്കാൻ ശക്തി ഒരു ചെറിയ എല്ലാവരും അമ്മമാരുടെ കാലൊക്കെ തുടങ്ങിക്കാട്ടോ. നാനാപുഷ്പവിരാജിതാം ക്രിയുഗളാം നാരായണേനാർച്ചിതാം നാദബ്രഹ്മമയീം പരാത്പരതരാം നാനാർത്ഥതത്വാത്മികാം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധിം. രക്ഷകർത്താക്കളെ, എൻ്റെ സഹപ്രവർത്തകര്, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഗുരുദേവന്റെ വലിയൊരു ആഗ്രഹമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ളത്. ചിന്മയാനന്ദ സ്വാമി വിഭാവന ചെയ്ത ഈ മാതൃപൂജ എന്ന ഈ ദൗത്യം വളരെ ഭംഗിയായിട്ട് ഇവിടെ നിറവേറ്റി തന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ സഹപ്രവർത്തകരോടും, വളരെ തിരക്കേറിയ ദിവസമാണ് ഇന്ന് ഞായറാഴ്ച. എന്നിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളവിടെ സഹകരിച്ച രക്ഷകർത്താക്കളോടും പ്രത്യേകിച്ചും സ്വാമിജി ഗോവിന്ദമംഗലത്തെ ആചാര്യനാണ് അദ്ദേഹം, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബാലാശ്രമമുണ്ട്. സ്വാമിജി കൃത്യമായിട്ട് സമയത്ത് വന്ന് ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ചിന്മയ മിഷന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്